ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. സ്നേഹമുള്ളവരെ, ഇന്നത്തെ തിരുവചനം ലൂക്കാ സുവിശേഷം 11:2 ദൈവം തമ്പുരാൻ നമ്മെ വലിയൊരു പ്രാർത്ഥന പഠിപ്പിക്കുന്നുണ്ട്. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ വീഴുവാൻ ഇടയാകരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ എന്നുള്ള വലിയൊരു പ്രാർത്ഥന നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. സ്നേഹമുള്ളവരെ, ഈ പ്രാർത്ഥന നമ്മൾ അർത്ഥവത്തായിട്ട് ഒരു 10 പ്രാവശ്യം ചൊല്ലുമ്പോൾ നമുക്കിതിലെ ശരിക്കുള്ള കണ്ടൻസ് മനസ്സിലാവും. അതിൽ ആദ്യം പറയുന്നത് ഇതാണ്: നാം പൂജിക്കേണ്ടതും ആരാധിക്കേണ്ടതും നമ്മുടെ സ്വർഗസ്ഥനായ പിതാവിനെ മാത്രമാണ്. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ജീവൻ്റെ നിലനിൽപ്പിന് ആവശ്യമായ അന്നു വേണ്ട ആഹാരം ഒരിക്കലും നമുക്ക് മുടങ്ങില്ല. പിന്നീട് ഇതിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ്, നമ്മൾ മറ്റുള്ളവരോട് ക്ഷമിക്കുന്നത് പോലെ ദൈവം നമ്മുടെ തെറ്റുകളും ക്ഷമിക്കട്ടെ എന്ന്. കാരണം ദൈവം നമ്മളോട് ക്ഷമിക്കണമെങ്കിൽ ഇവിടെ ഒരു ദൈവം ഒരു കാര്യം ആവശ്യപ്പെടുന്നുണ്ട്. അതിതാണ്: മറ്റുള്ളവരുടെ തെറ്റുകൾ നാം ക്ഷമിക്കാൻ തയ്യാറാകണം. എന്നാൽ പലർക്കും പറ്റാത്തൊരു കാര്യമാണിത്. പണ്ടുള്ളവർ പറയും, ക്ഷമ ആട്ടിൻ സൂപ്പിൻ്റെ ഫലം ചെയ്യുമെന്ന്. അത് വളരെ സത്യമാണ്. സയൻറ്റിഫിക്കലി പറയുമ്പോൾ നമ്മൾ ഒരാളോട് ക്ഷമിക്കാതെ ഇരിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ബ്രെയിനിൽ അതൊരു പാറ്റേണായി ക്രിയേറ്റ് ആയിരിപ്പുണ്ട്. ആരോടാണോ നമുക്ക് ക്ഷമിക്കേണ്ടത്, ഒരു ദിവസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും അവരുടെ മുഖം നമ്മുടെ മനസ്സിൽ വരും. അപ്പോഴൊക്കെയും നമ്മുടെ ബ്രെയിനിൽ ഒരു സ്ട്രെസ് ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യും. ആ എന്ത് കാര്യത്തിനാണോ നമ്മൾ അവരോട് ക്ഷമിക്കാതിരിക്കുന്നത്, ആ ഇൻസിഡൻറ്റ് ഓർക്കുമ്പോഴൊക്കെയും നമ്മുടെ എനർജി ഡൗൺ ആവും. അപ്പോൾ മറ്റുള്ളവരോട് ക്ഷമിക്കുന്നത് അവർക്ക് വേണ്ടിയല്ല, നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടിയാണ്, നമ്മുടെ ആരോഗ്യം നന്നായിരിക്കാൻ വേണ്ടിയാണ്. നാം ആരോടാണോ ക്ഷമിക്കാതെ ഇരിക്കുന്നത്, അതിൻ്റെ ഭവിഷ്യത്ത് അവർക്കല്ല നമുക്കാണ് ബാധിക്കുന്നത്. ഈ സത്യം മനസ്സിലാക്കിയാൽ നാം ഇന്ന് തന്നെ എല്ലാവരോടും ഫോർഗീവ് ചെയ്യാൻ റെഡിയാവും. അത് അവരോട് ഏറ്റുപറയേണ്ടതും അവരുടെ മുമ്പിൽ പോയി ഞാൻ നിന്നോട് ക്ഷമിച്ചിരിക്കുന്നു എന്ന് പറയേണ്ട ഒരു കാര്യമില്ല. അതിനൊക്കെ സൈക്കോളജിക്കലി ഇന്ന് വളരെ മെത്തേഡുകളുണ്ട്. ഇമാജിനേഷനിൽ നമ്മുടെ മുമ്പിൽ ഒരു ചെയറിട്ട് ഇരുത്തുക, അവർ വന്നിരിക്കുന്നതായിട്ട് നമ്മൾ ഭാവനയിൽ കാണുക. അതിനുശേഷം നമ്മൾ ആ ഇൻസിഡൻറ്റ്